നല്ല ടേസ്റ്റുള്ള അതേസമയം നല്ല എളുപ്പമുള്ള ഒരു ദം ബിരിയാണി ആയാലോ. ഫസ്റ്റ് നമുക്ക് സബോള വറുത്ത് വയ്ക്കാം, അതാണല്ലോ ഏറ്റവും വലിയ പണി. അത് ഉപ്പിട്ട് വറുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ ചിക്കൻ്റെ ഉപ്പും മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് അതും മാറ്റി വയ്ക്കുക. പിന്നെ ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കുക, പിന്നെ ബിരിയാണി സ്പൈസസ് ഇടുക, പിന്നെ സബോള ഇടുക, പിന്നെ മഞ്ഞപ്പൊടി ഇടുക, പിന്നെ ഉപ്പിടുക, പിന്നെ കറിവേപ്പില ഇടാം. അമ്മേ ശ്വാസം മുട്ടണം. ഇനി ഈ സബോള വഴറ്റണമെന്നാണ് കേട്ടോ ചിക്കൻ കറിക്ക് ഏറ്റവും ടേസ്റ്റ് കിട്ടുന്ന കാര്യം. അത് നല്ലോണം വഴറ്റണം. പിന്നെ ആൾ മണം കിട്ടുന്നതാണ് ആളമീണ്ടാക്കണ്ട. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഈ പച്ചമുളക് ചതച്ചതും ആഡ് ചെയ്യുക, പിന്നെ തക്കാളി ആഡ് ചെയ്യുക. പിന്നെ ഇത് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ചിക്കൻ പൊടിയും ചിക്കൻ മസാലയും പിന്നെ മുളക് പൊടി ഇട്ടിട്ട് അത് മിക്സ് ചെയ്തിട്ട് പിന്നെ മല്ലിയിലയും പുതിനയിലയും ഇടുക. ഇനി ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ കമൻറ്റ് ബോക്സിൽ അറിയിക്കാമെന്നല്ല ഇടാം, അത് നോക്കിയാലും മതി. എന്നിട്ട് ഇത് നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്ക് ചിക്കൻ ആഡ് ചെയ്യുക. പിന്നെ ചിക്കൻ വേവാനായിട്ട് 2 ഗ്ലാസ് വെള്ളം മതി. എന്നിട്ട് അത് നല്ലോണം വെള്ളം ഒഴിക്കാൻ കേട്ടോ. പിന്നെ ഭയങ്കര ചിക്കൻ കറി ഫുള്ള് വെള്ളമായിരിക്കും, ചിക്കനിൽ നിന്ന് വെള്ളം വരുമല്ലോ. പിന്നെ നാരങ്ങ ഒഴിച്ചിട്ട് അത് സൈഡിൽ വെന്തുകൊണ്ടിരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ബിരിയാണിയുടെ റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിക്കുക. പിന്നെ എണ്ണയിൽ കുറച്ച് നമ്മുടെ ബിരിയാണി സ്പൈസസ് ഇടുക, പിന്നെ മല്ലിയില പുതിനയില കസൂരി മേത്തി ഇടുക. ഇതൊക്കെ ഇടുമ്പോൾ നോക്കി ഇടണം കേട്ടോ, അല്ലെങ്കിൽ മേത്ത് തെറിക്കും. പിന്നെ ഉപ്പിടുക, വെള്ളം ഒഴിക്കുക. പിന്നെ നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് അരിയിടുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ തന്നെ അരി പെട്ടെന്നാവും. പിന്നെ ഈ ചിക്കൻ കറി വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലത്തെ കറി ഫുള്ള് മാറ്റി വയ്ക്കുക ഒരു ബൗളിൽ. പിന്നെ അതിൽ തൈര് ഒഴിച്ച് മിക്സ് ചെയ്ത് വയ്ക്കുക. പിന്നെയാണ് ലെയറിങ്. അത് പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. ഫസ്റ്റ് കുറച്ച് നെയ്യ് ഒഴിക്കുക. പിന്നെ ഈ ചിക്കൻ ഫുള്ള് തട്ടുക. പിന്നെ അതിൽ കുറച്ച് വറുത്ത നമ്മുടെ സബോളയും പിന്നെ മല്ലിയില ഇടുക. പിന്നെ ഈ റൈസ് തട്ടുക. പിന്നെ നമ്മൾ മാറ്റി വെച്ച കറി ഒഴിക്കുക. പിന്നെ വീണ്ടും മല്ലിയില ഇടുക. പിന്നെ വറുത്ത സബോള ഇടുക. പിന്നെ ചോറ് ഇടുക. പിന്നെ വീണ്ടും ആ കറി ഒഴിക്കുക. അങ്ങനെ തന്നെ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ എത്ര ചോറുണ്ടോ അത്രയും വരെ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് നെയ്യും കൂടി മുകളിൽ നല്ലോണം ഒഴിച്ചിട്ട് പിന്നെ അത് നമുക്ക് ദമ്പിടാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇറക്കി കഴിഞ്ഞാൽ അടിപൊളി ബിരിയാണി റെഡിയാണ്. അതൊരു വട്ടം ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ.